NSSന് പിന്നാലെ SNDPയും രമേശ് ചെന്നിത്തലയ്ക്ക് വേദിയൊരുക്കുകയാണ്. SNDP വൈക്കം യൂണിയൻ സംഘടിപ്പിക്കുന്ന ശിവഗിരി ഗുരുകുലം തീർത്ഥാടന പദയാത്രാ സമ്മേളനം ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പ്രബലമായ രണ്ട് സമുദായങ്ങൾ ചെന്നിത്തലയോട് താൽപര്യം പ്രകടിപ്പിക്കുന്നത് രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം VD സതീശനെ രൂക്ഷമായി വിമർശിച്ചും ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തിയും വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. സതീശൻ നാവുകൊണ്ട് വെറുപ്പ് വിലയ്ക്ക് വാങ്ങുന്നയാളാണെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ തിരിച്ചടി ലഭിച്ചത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടമായ ചെന്നിത്തല സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ അവഗണിക്കപ്പെടാനും തുടങ്ങി. എന്നാൽ നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് പലർക്കുമുണ്ടായ എതിർപ്പ് രമേശ് ചെന്നിത്തലയുടെ തിരിച്ചുവരവിന് വഴി തുറക്കുകയാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നായർ സമുദായത്തിന് താക്കോൽ സ്ഥാനം നൽകണമെന്ന NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ അഭിപ്രായം മാനിച്ച് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര മന്ത്രിസ്ഥാനം നൽകിയിരുന്നു. എന്നാൽ തൻ്റെ മതേതര പ്രതിച്ഛായയ്ക്ക് NSS ജനറൽ സെക്രട്ടറിയുടെ പരാമർശം ദോഷകരമായി എന്ന ചെന്നിത്തല നിലപാട് വ്യക്തമാക്കിയപ്പോൾ NSS അദ്ദേഹവുമായി അകന്നു. വർഷങ്ങൾ നീണ്ട അകൽച്ചയ്ക്ക് വിരാമം കുറിച്ചാണ് മന്നം ജയന്തി സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകനായി ചെന്നിത്തലയെ NSS ക്ഷണിച്ചിരിക്കുന്നത്. NSSന് പിന്നാലെ SNDPയും ചെന്നിത്തലയെ കേരള രാഷ്ട്രീയത്തിൻ്റെ നേതൃനിരയിൽ തിരികെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് വൈക്കത്തെ ശിവഗിരി തീർത്ഥാടന പദയാത്രാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല എത്തുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പക്വമില്ലാതെ വെറുപ്പ് വിലക്ക് മേടിക്കുന്ന ഒരാളാണ്. നാക്കുണ്ട്. രമേശിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെരുമാറ്റത്തിലോ പറച്ചിലോ വെറുപ്പ് വിലക്ക് മേടിക്കുന്ന ഒരാളല്ല. ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ രമേശിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഈ മാസം 28-നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെയും പ്രീതി നടേശൻ്റെയും സാന്നിധ്യത്തിൽ ശിവഗിരി ഗുരുകുലം തീർത്ഥാടന പദയാത്രാ സമ്മേളനം ചേരുന്നത്. VD സതീശനോട് UDFിലും സമുദായ സംഘടനകളുടെ തലപ്പത്തുള്ളവർക്കും അടുത്ത കാലത്തുണ്ടായ നീരസമാണ് ചെന്നിത്തലയെ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.